ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം 2020 ഡിസംബർ ആ ഒരു സമയത്ത് പ്രൈസിങ് കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാഹനമായിരുന്നു നിസാൻ്റെ മാഗ്നൈറ്റ്. ലോഞ്ചിങ് പ്രൈസ് ജസ്റ്റ് 5 lakhs ആയിരുന്നു ഈ വാഹനത്തിൻ്റെ, അതായത് കറക്റ്റ് 4.99 lakhs ആയിരുന്നു. അന്നത്തെ കാലത്ത് നമുക്കൊരു സബ് 4 മീറ്റർ കോമ്പാക്റ്റ് SUV ആ പ്രൈസിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഈ വാഹനത്തിന് നല്ല ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റി. പക്ഷേ അതിനുശേഷം കാലം മുമ്പോട്ട് പോകുന്തോറും ഈ വണ്ടിയിലുണ്ടായിരുന്ന ഒരുപാട് കോസ്റ്റ് കട്ടിങ്, പിന്നെ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ അങ്ങനെ മെയിനായിട്ടുള്ള റിലയബിലിറ്റി ഇഷ്യൂസ് ഒന്നും അല്ലായിരുന്നു. എന്നാൽ പോലും ഈ വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റി ലെവൽസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്ര നല്ലതല്ലാത്തതുകൊണ്ടും മറ്റുള്ള വാഹനങ്ങൾ ഒരു ഇത്തിരി കൂടെ പ്രൈസ് കൂടുതൽ കൊടുത്താൽ നമുക്ക് കിട്ടുന്നതുകൊണ്ടും പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന 1 ലിറ്റർ എണ്ണ പെട്രോൾ അത് വളരെ പുവറായിട്ടുള്ളൊരു എഞ്ചിൻ ആയതുകൊണ്ടും ഒക്കെ ആൾക്കാർ പതുക്കെ ഈ വണ്ടി അവോയ്ഡ് ചെയ്ത് തുടങ്ങി. എന്തായാലും ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റിന് ടെസ്റ്റിംഗ് അവർ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ സമയമായി ഈ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരാൻ. കാരണം 2020 ഡിസംബർ എന്ന് പറയുമ്പം ഈ വരുന്ന 2024 ഡിസംബർ ആകുമ്പോഴേക്കും 4 വർഷമാകും ഈ വാഹനം ഇറങ്ങിയിട്ട്. ശരിക്കും 4 വർഷം എന്ത് പെട്ടെന്നാണ് പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മാഗ്നൈറ്റൊക്കെ ഇന്നലെ ഇറങ്ങിയ പോലെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. എനിവേ അത് പോട്ടെ. ഈ വണ്ടിയുടെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ വണ്ടി നിങ്ങൾ കാണുന്ന ഫേസ് ലിഫ്റ്റ് വാഹനമാണ്. അതിൻ്റെ ടെസ്റ്റിംഗ് ആണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്റ്റീരിയറിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും കാണാനില്ലെങ്കിലും കോസ്മെറ്റിക്കലി ഈ വാഹനത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പം ഇത്രയും കാലം ആയതുകൊണ്ട് അവർ അതിനകത്തൊരു കോംപ്രിഹെൻസീവ് അപ്ഡേറ്റ് തീർച്ചയായും കൊടുക്കേണ്ടതാണ്. അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. ഓൾറെഡി നമുക്കറിയാം പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേഞ്ചിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ മാഗ്നൈറ്റ്. 360° ക്യാമറയും വയർലെസ് ചാർജറും LED ഹെഡ്ലൈറ്റ്സും ഒക്കെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ ഒരു പ്രൈസ് പോയിന്റ് നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളിലും ഇല്ലാത്ത ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് XUV 300 ഒക്കെ എടുക്കുകയാണെങ്കിൽ അത്രയും ഔട്ട്ഡേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു വാഹനമാണ് ഇപ്പം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ മാറും ഫീച്ചേഴ്സ് ഇല്ലാത്തതിൻ്റെ. ഓക്കെ, പക്ഷേ അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കലി ഉള്ള ആസ്പെക്ട്സ് ആണ് നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിലൊരു മെയിൻ സംഭവം ഈ വാഹനത്തിൻ്റെ എഞ്ചിനാണ്. പിന്നെ ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്തേക്കാം. ഈ ഫേസ് ലിഫ്റ്റ് വരുന്നതിൽ ടെക്നിക്കൽ ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇപ്പോൾ ഉള്ള സെയിം ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിന് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ 1 ലിറ്റർ എഞ്ചിൻ എണ്ണ പെട്രോളിൽ വരുന്നതാണ് ഏറ്റവും പ്രശ്നക്കാരനായ എഞ്ചിൻ. അതായത് നമ്മളിപ്പോൾ ഈ ഒരു മോഡൽ എടുക്കുകയാണെങ്കിൽ ഇതിന് പവർ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. പിന്നെ റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ വണ്ടിക്ക് ഭയങ്കര ലോഡ് വരുന്നതായിട്ടൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു കയറ്റത്തിൽ നിന്നൊക്കെ റിവേഴ്സ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ വണ്ടി സ്റ്റോളാകും. അല്ലെങ്കിൽ പിന്നെ അത്രയും നന്നായിട്ട് നമ്മൾ ചവിട്ടിപ്പൊളിച്ചൊക്കെ എടുക്കേണ്ടി വരും, എന്നാലേ അത് എടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല നമ്മൾ ജസ്റ്റ് റിവേഴ്സിൽ ക്ലച്ചിൽ മാത്രമായിട്ട് എടുക്കാൻ നോക്കി എന്തായാലും ഇത് പോകില്ല. ആൻഡ് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിലും വണ്ടിക്ക് വല്ലാണ്ട് ലോഡ് വരുന്നതായിട്ടൊക്കെ ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈവൻ സ്ട്രേറ്റ് ലൈനിലാണെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളൊരു ഹൈവേയിലൊക്കെ പോവുകയാണ്, പെട്ടെന്നൊരു ഓവർടേക്ക് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ഈ എഞ്ചിനെ കൊണ്ട് പണിയെടുപ്പിച്ചാലേ ഇത് വലിച്ച് മുമ്പോട്ട് പോവുള്ളൂ. അത് എണ്ണ പെട്രോളിൻ്റെ പ്രശ്നമാണ്. അത് ജസ്റ്റ് 72 bhp 96 Nm ടോർക്കൊക്കെ വരുന്നുള്ളൂ. അത് തന്നെ അവർ ഈ അടുത്ത് AMTയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഓൾറെഡി സ്ലഗിഷ് ആയിട്ടുള്ളൊരു എഞ്ചിൻ അവർ AMT കൊടുത്തിട്ട് ഇത്തിരിയും കൂടെ സ്ലഗിഷ് ആക്കി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കൈഗറിൽ ഓൾറെഡി അവർ AMT കൊടുക്കുന്നുണ്ടായിരുന്നു, മാഗ്നൈറ്റിൽ കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ മാഗ്നൈറ്റിലും ഈ അടുത്ത് ഈസി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ആയിട്ടാണ് അവർ വന്നത്. ഇതൊക്കെ സെയിം ട്രൈബറിൽ നമ്മുടെ റെനോ പണ്ടേ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഫോർമുലയാണ് അവർ കൈഗറും മാഗ്നൈറ്റും ഒക്കെ ആയിട്ട് ഇറക്കിയത്. ട്രൈബറിൻ്റെ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നിസാൻ മാഗ്നൈറ്റ് ഇറക്കിയത്. അത് കഴിഞ്ഞ് പിന്നെ സെയിം പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കൈഗറായിട്ട് റെനോയും വന്നു. പക്ഷേ എണ്ണ പെട്രോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മോശമാണെങ്കിൽ ഇതിൻ്റെ തന്നെ സെയിം എണ്ണ പെട്രോൾ എഞ്ചിൻ അവർ ടർബോ ചാർജ്ഡ് ഫോമിലും കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ ടർബോ ചാർജ് ആണ്. എഞ്ചിൻ സെയിം തന്നെയാണ്, പക്ഷേ ടർബോ ഉള്ളതുകൊണ്ട് 100 bhp അടുത്ത് പവറും, മാനുവൽ ആണെങ്കിൽ 160 Nm ടോർക്കും, CVT ആണെങ്കിൽ 152 Nm ടോർക്കിൻ്റെ അടുത്ത് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കോമ്പിനേഷനാണ്. അതായത് നമ്മൾ പവറിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പവർ ടു വെയിറ്റ് റേഷ്യോ ഒക്കെ ഉണ്ട്. ഒന്നാമത് വണ്ടിക്ക് വലിയ വെയിറ്റ് ഇല്ല. അതിൻ്റെ കൂടെ 1 ലിറ്റർ ടർബോ കൂടെ ആകുമ്പോഴേക്കും അത്യാവശ്യം ഫാസ്റ്റാണ്. അതിനേക്കാൾ ഫാസ്റ്റാണ് ഇപ്പോൾ ഉള്ള ഫ്രോങ്സ് ടർബോ. പക്ഷേ ഫ്രോങ്സ് ടർബോ വന്നിട്ട് അധികം കാലം ആയിട്ടില്ലോ. ഇതിപ്പോൾ 2020 ഡിസംബർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം സമയമായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ടർബോ എഞ്ചിൻ വലിയ കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ വാഹനത്തിന് ടർബോ എഞ്ചിൻ എടുക്കുമ്പം ആ ഒരു ഒന്നെങ്കിൽ ആ സെയിം പ്രൈസ് പോയിൻ്റ് അല്ലെങ്കിൽ അതിലൊരു ഇത്തിരിയും കൂടെ അഡീഷണൽ എമൗണ്ട് ഇടുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള വാഹനങ്ങൾ സബ് 4 മീറ്റർ കോമ്പാക്ട് SUVകളിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആൾക്കാർ മറ്റുള്ള വണ്ടികൾ ചൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ വണ്ടികളുടെ സെയിൽസും കമ്പാരിറ്റീവ്ലി കുറച്ച് താഴേക്ക് പോയിരിക്കുന്നത്. നിസാൻ ആണെങ്കിലും വേറെ വണ്ടികളൊന്നുമില്ല. പണ്ട് അവർ കിക്സൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നിർത്തി. ഇപ്പോൾ ആകെ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു ഒറ്റ വാഹനം കൊണ്ടാണ് നിസാൻ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നത്. റെനോയ്ക്ക് പിന്നെ അറ്റ്ലീസ്റ്റ് കുറച്ച് വണ്ടികളെങ്കിലും ഉണ്ടെന്ന് പറയാം. അവർക്ക് പറഞ്ഞു വരുമ്പം ക്വിഡ് ഉണ്ട്, ഡ്രൈവർ ഉണ്ട്, കൈഗറുണ്ട്. പക്ഷേ നിസാൻ ആകെ ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവരുടെ പുതിയ വണ്ടികൾ വരുന്നുണ്ട്. വണ്ടികൾ മീൻസ് ആദ്യം നമുക്ക് കിട്ടാൻ പോകുന്ന പുതിയ ഡസ്റ്റർ ആയിരിക്കും പുതിയ വണ്ടികളുടെ ടേംസിൽ വരുമ്പം. അല്ലാണ്ട് എക്സിസ്റ്റിംഗ് ഫേസ് ലിഫ്റ്റും അപ്ഡേറ്റ്സും ഒക്കെ അവർ തീർച്ചയായും അതിനിടയ്ക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. പുതിയ ഡസ്റ്റർ എന്ന് പറയുമ്പം റെനോ കഴിഞ്ഞ പ്രാവശ്യം അൺവെയിൽ ചെയ്ത ശരിക്കും ഡാസിയ ഡസ്റ്ററാണ്. ബിഗ്സ്റ്റർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ
പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. അത് ആദ്യം ഡാഷ്യ ഇറക്കി, ഓർ ഡാച്ചിയ എന്തെങ്കിലും ആവട്ടെ പ്രൊണൗൺസിയേഷൻ. അപ്പോൾ അവരിറക്കിയ സമയത്ത് അത് കഴിഞ്ഞ് ഈ അടുത്ത് നമുക്ക് അതിൻ്റെ റെനോയുടെ വേർഷനും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ കാര്യം. അതിന് തന്നെ നിസാൻ കൗണ്ടർ പാർട്ട് നമുക്ക് തീർച്ചയായും റെനോ ഇറക്കി കഴിഞ്ഞതിന് ശേഷം കിട്ടും. അപ്പോൾ അതായിരിക്കും നിസാൻ ഇനി ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന അടുത്ത വാഹനം. എൻ്റെ പേരൊന്നും ഇപ്പോൾ അവർ കൺഫേം ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ വീണ്ടും മാഗ്നൈറ്റിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഫേസ് ലിഫ്റ്റിൽ വരുത്താൻ പറ്റിയ മറ്റൊരു മെയിൻ ഇമ്പ്രൂവ്മെൻറ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറാണ്. റെനോ ശരിക്കും കൈകർ കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റീരിയർ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയായിരുന്നു. അതായത് മൊത്തത്തിലുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷും ക്വാളിറ്റിയും ഒക്കെ എടുക്കുകയാണെങ്കിൽ മാഗ്നൈറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും അത് സ്റ്റാർട്ടിങ്ങിൽ വന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കും എന്തായാലും ഇൻറ്റീരിയർ ക്വാളിറ്റി ഒരു ബിലോ ആവറേജ് അല്ലെങ്കിൽ വളരെ ആവറേജ് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് അതിൻ്റെ ഒരു ടെക്സ്ചർ ആണെങ്കിലും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ വളരെ ഡീസൻ്റ് ആയിട്ട് തോന്നുള്ളൂ. ഹാർഡ് വെയറിങ് ആയിരിക്കും, പക്ഷേ എന്നാലും കുറച്ച് കാലം കഴിയുമ്പോൾ ഈ വണ്ടിയിലൊക്കെ ഇഷ്ടംപോലെ റാറ്റ്ലിംഗ് സൗണ്ടുകളൊക്കെ വരുന്നതായിട്ടൊക്കെ ആൾക്കാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ക്വാളിറ്റി ഇവർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ ഫ്യൂച്ചറിൽ നല്ലതാക്കാമായിരുന്നു. പിന്നെ ഡിസൈൻ ആണെങ്കിലും വേണമെങ്കിൽ മാറ്റാം. അതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ആ ഒരു മെറ്റീരിയൽസൊക്കെ ഇത്തിരി കൂടി നന്നാക്കിയാൽ മതി. ഡിസൈൻ പിന്നെ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് മാറ്റാവുന്നതേ ഉള്ളൂ. എനിവേ ഗൈസ്, ഇതാണ് നമുക്കിപ്പോൾ നിസാൻ മാഗ്നൈറ്റിനെ പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.